ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 232. നമ്മൾ 59ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്തിലെ 55ാമത്തെ ക്ലാസ്സാണ് കഠോപനിഷത്തിൻ്റെ. ഇതിൽ 4-ൽ 5 തൊട്ട് 8 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. എന്താണ് ഇതെല്ലാം? ആ പരമാത്മാവിനെ പറ്റി തന്നെയുള്ള പരാമർശങ്ങളാണ്. നമുക്കതുകൊണ്ട് നേരിട്ട് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്, അതിലേക്ക് നേരിട്ട് കടക്കാം. ഒരു കളങ്കരഹിതമായ ദർപ്പണത്തിൽ, അതായത് നല്ലൊരു ദർപ്പണത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ വിലക്ഷണവും സ്പഷ്ടവുമായി കാണുന്നു. അതിൽ യഥാർത്ഥത്തിൽ ആ ദർപ്പണത്തിൽ നല്ല ദർപ്പണം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നല്ല സ്പഷ്ടമായിട്ട് നമുക്ക് കാണാം. ആരെയാണോ കാണേണ്ടത്? ഇപ്പം ഞാൻ നിൽക്കുകയാണെങ്കിൽ എന്നെയാണ് കാണേണ്ടത്. പക്ഷേ അത് വിലക്ഷണമായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെയൊന്നുമില്ല. നമുക്കവിടെ ഉള്ളതുമാതിരി തോന്നുന്നു, അവിടെ ഞാൻ ഉള്ളതുമാതിരി തോന്നുന്നു, യഥാർത്ഥ രൂപത്തിൽ തന്നെ അവിടെ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ അങ്ങനെ ഒരു കക്ഷിയൊന്നുമില്ല. അതുപോലെ ജ്ഞാനികളായ മനുഷ്യര് അവരുടെ ആ അന്ധകരണത്തിൽ, അവരുടെ ഉള്ളിൽ, നമ്മളെപ്പോഴും പരമേശ്വരനെ, ആ ബ്രഹ്മത്തെ ദർശിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, ഈശ്വരനെ. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ഈശ്വരനെ ദർശിക്കുമ്പോൾ ആ പരമേശ്വരൻ വിലക്ഷണനെങ്കിലും സ്പഷ്ടമായി കാണപ്പെടുന്നു. നമുക്ക് നമ്മുടെ ഉള്ളിലാണ് ദർശിക്കുവാൻ കഴിയുക. അതുകൊണ്ടാണ് ഉള്ളിൽ ദർശിക്കാൻ പറഞ്ഞത്. കാരണം നമ്മുടെ നാഡികളുടെ എല്ലാം കിടപ്പ് അവിടെ ആയതുകൊണ്ട് അവിടെ മനസ്സിനെ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവസ്ഥയെ പ്രാപിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഒരു കക്ഷി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവണമെന്നൊന്നുമില്ല. അവിടെ എല്ലായിടത്തുമുള്ള സ്ഥിതിക്ക് അവിടെയുണ്ട്, അത്രമാത്രമല്ലാതെ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ അവിടെ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥമൊന്നുമില്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം അത് തന്നെയാണ്. അന്നേരം ആടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ആടിയിലുണ്ട്, ചക്കയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ചക്കയിലുണ്ട്, മാങ്ങയിലുണ്ടോ എന്ന് ചോദിച്ചാൽ മാങ്ങയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ആ അർത്ഥത്തിൽ അവിടെ നോക്കിയിട്ട്, പക്ഷെ നമുക്ക് അവിടെ ആ ഒരു മനസ്സിനെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്താലേ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദർപ്പണത്തിൽ കാണുന്ന പോലെ നമുക്ക് കാണാം. മനസ്സിൽ ഏകദേശ ബ്രഹ്മത്തെ മനസ്സിലാക്കാം, പരമാത്മാവിനെ, ഇല്ലേ, ആ പരമേശ്വരനെ. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ കാണുന്നത് സത്യമൊന്നും അവിടെ അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ ഭാവനയിലൂടെ അവിടെ കാണുകയാണ്. അതുമാതിരി കണ്ണാടിയിൽ കാണുന്ന യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭാവനയിൽ നമ്മളിങ്ങനെയല്ലാണെന്ന് അവിടെ കണ്ട് പറയുകയാണ്. പക്ഷെ നമ്മൾ ആ കണ്ണാടിയുടെ പിന്നിലുണ്ടാ ഇല്ല. സ്വപ്നത്തിൽ യഥാർത്ഥ രൂപത്തിൽ കാണപ്പെടുന്നില്ല. മനസ്സിൻ്റെ വാസനയും നമ്മുടെ സംസാരങ്ങളുമായി ബന്ധപ്പെട്ട് എവിടെയോ ഉള്ള വസ്തു എവിടെയോ ഭാവനാരൂപത്തിൽ അസ്പഷ്ടമായി കാണുന്നത് പോലെ സ്വപ്നത്തിൽ പക്ഷെ നമ്മൾ കാണുന്നത് എവിടെയോ ഉള്ള എന്തോ സംഗതികൾ ഒരു അസ്പഷ്ടമായ നിലയിലാണ് അവിടെ കാണുന്നത് പോലെ പരമാത്മാവിൻ്റെ രൂപം സ്പഷ്ടമായി കാണാൻ പറ്റില്ല. സ്വപ്നത്തിൽ നമ്മളെന്തല്ലോ കാണുന്നത് പോലെയാണ് ഉള്ളൂ, അല്ലാതെ പരമാത്മാവിനെ ശരിയായ രൂപത്തിൽ കാണാൻ പറ്റില്ല. അത് അസ്പഷ്ടമായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ദർശിക്കുമ്പോഴും നമ്മളെ ഹൃദയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതിനെ കാണാം. പക്ഷെ കാണുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം സ്വപ്നത്തിൽ നമ്മളുടെ ഭാവനാവിലാസത്തിനെല്ലാം അനുസരിച്ചാണ് നമ്മൾ അതിനെ കാണുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഹൃദയത്തിലും അതിനെ കാണുന്നത്. എന്തോ ഭാവനാരൂപത്തിൽ കാണുകയാണ്. നേരത്തെ പറഞ്ഞു അവിടെ നമുക്ക് സ്പഷ്ടമായിട്ട് കാണാമെന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായിട്ടും ആ രൂപമല്ല.
അത് അസ്പഷ്ടമായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഭാവന അനുസരിച്ചാണ്. അതിനനുസരിച്ച് കാണുന്നവര് അതിനെയും കണ്ടാൽ മതി. അല്ലാതെ നമ്മുടെ ഉള്ളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് ആ ബ്രഹ്മത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. കാരണം നമുക്ക് നമ്മളെ ഉള്ളിൽ തന്നെ അന്വേഷിച്ചു കൊണ്ട് പോകുമ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം എപ്പോഴും ഹൃദയത്തിലൂടെയാണ് ബ്രഹ്മസാക്ഷാത്കാരം നടക്കുന്നത്. അതുകൊണ്ട് ഒരു കണ്ണാടിയിൽ എന്ന രൂപത്തിൽ അതിനെ കാണാം, സ്പഷ്ടമായിട്ട് നമുക്ക് കാണാം. പക്ഷേ ആ സ്പഷ്ടമായി കാണുന്നത് തന്നെ ആ രൂപമാണ് ബ്രഹ്മം എന്ന് ധരിച്ചു പോകരുത്. അത് സ്വപ്നത്തിൽ കാണുന്നതിന് സമാനമാണ്. സ്വപ്നത്തിൽ കാണുന്നതിന് അതേപോലെ എടുക്കാൻ പറ്റില്ല. കാരണം ബ്രഹ്മത്തെ ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഋഷികൾക്ക് പോലും മനസ്സിലായിട്ടില്ല. ബ്രഹ്മത്തിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏതോ ഒരു മൂലക്കാണ് പോയി ലയിക്കുന്നത്. അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം സ്വപ്നത്തെ കാണുന്നത് എങ്ങനെയാണ്? പൂർവജന്മത്തിലെ കാര്യങ്ങളും അവിടുത്തെ ബന്ധങ്ങളും എല്ലാമായിട്ടും അവരുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് മരിച്ച ആൾക്കാരെയെല്ലാം നമ്മൾ സ്വപ്നത്തിൽ കണ്ടെന്ന് വരും. അപ്പം കഴിഞ്ഞ ജന്മത്തിലുള്ള മരിച്ചുപോയ ആൾക്കാരെ, അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ, അവരുടെ എല്ലാ വാസനകൾക്കനുസരിച്ച് അബദ്ധത്തിൽ നമ്മൾ കാണുന്നതാണ്. നമ്മളെ വാസനകൾക്കനുസരിച്ച്, നമ്മുടെ താല്പര്യമനുസരിച്ച്, നമ്മളെന്ന് പറഞ്ഞാൽ ജീവാത്മാവിൻ്റെ വാസനക്കനുസരിച്ച് കഴിഞ്ഞ ജന്മത്തിലെയെല്ലാം പൂർവ്വജന്മത്തിലെയെല്ലാം ബന്ധുക്കളും അവരുടെ ബന്ധുക്കളും എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടെല്ലാം നമ്മൾ ചിലതെല്ലാം കണ്ടെന്ന് വരും. അത് അബദ്ധത്തിൽ കാണുന്നു. അപ്പോൾ കാണുന്നത് 100% അതേ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഹൃദയത്തിലാണ് നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പറ്റിയ അവസ്ഥ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ദർപ്പണത്തിൽ നമുക്ക് നമ്മളെ രൂപം ശരിക്ക് കാണിക്കൽ കണ്ണാടിയിൽ നോക്കിയാലേ പറ്റുള്ളൂ. പക്ഷേ അതുകൊണ്ട് അത് അവിടെ ഉള്ളത്, കണ്ണാടിയുടെ പിന്നിലുള്ളത് നമ്മളല്ല. പക്ഷേ ഏകദേശ രൂപം നമ്മൾ കിട്ടുന്ന പോലെ ഹൃദയത്തിൽ നമ്മൾ ദർശിക്കാം. ജലത്തിലെ പ്രതിബിംബം ശരിക്ക് കാണുന്നില്ലെങ്കിലും ശരിയായ രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജലത്തിൽ നമ്മളെ പ്രതിബിംബം വെള്ളം അനങ്ങുന്നില്ലെങ്കിൽ നേരത്തെ കണ്ണാടി പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ രൂപം അവിടെ കാണാം. പക്ഷേ ശരിക്കും അവിടെ കാണാൻ പറ്റില്ല. വെള്ളത്തിലല്ല നമ്മളുള്ളത്, നമ്മൾ പുറത്താണ്. എങ്കിലും ആ രൂപത്തെ നമ്മൾ അവിടെ ദർശിക്കുന്നു. എന്നാൽ ജലത്തിൽ ഓളങ്ങളുണ്ടെങ്കിൽ ആ ജലത്തിൽ ഓളങ്ങളുണ്ടെങ്കിൽ എന്ത് പറ്റും? അത് ഇളകുന്ന പ്രതീതി ഉണ്ടാകും. അപ്പം അതിൻ്റെ അകത്തുള്ള ആളും ഇളകുന്ന വഴിയെല്ലാം തോന്നും. യഥാർത്ഥത്തിൽ ആൾ ഇളകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഓളത്തിന് ഇളക്കുണ്ടാകും. ഇതുപോലെ നമ്മളെ മനസ്സിലും ജാഗ്രതാവസ്ഥയിലെ സ്ഥിതി അതാണ്. ജാഗ്രതാവസ്ഥയിൽ നമ്മൾ ഭോഗലഹരിയിലാണ് അലയുന്നത്. നമ്മൾ ഭോഗസുഖങ്ങളിലെല്ലാം, ഭൗതിക സുഖങ്ങളുടെ എല്ലാം പിന്നാലെ മനസ്സ് ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റില്ല. അപ്പം ജാഗ്രതാവസ്ഥയിൽ നമ്മൾ ആ ഈശ്വരനെ കാണാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? നമ്മുടെ മനസ്സ് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലോ ഇങ്ങനെ മിന്നി പറയുന്ന മാതിരി നമുക്ക് വേണമെങ്കിൽ കാണാമെന്നല്ലാതെ അതിനെ ശരിയായ രൂപത്തിൽ കാണാൻ പറ്റില്ല, ഗ്രഹിക്കാനാവില്ല. എന്നാൽ ബ്രഹ്മലോകത്തിൽ ജീവിക്കുന്നവർ അതിനെ വ്യക്തമായും സ്പഷ്ടമായും കാണുന്നു. ബ്രഹ്മരൂപത്തിൽ ലോകത്തിൽ ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ മനസ്സിനെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സെന്തായി? ശാന്തമായി. ഓളമില്ലാത്ത ജലം പോലെയാണ്. അപ്പോൾ അതിനെ വ്യക്തമായിട്ട് കാണും. പക്ഷെ വ്യക്തമായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഇല്ല. അപ്പം മനസ്സിൽ നമുക്ക് ദർശിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തും ഉണ്ടെങ്കിൽ അവിടെയുണ്ട്. ആ നിലയിലല്ലാതെ അവിടെ ഒരു പ്രത്യേകിച്ച് നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിൽ ഇല്ല. ഇനി 6 സ്പർശിക്കാൻ വേണ്ടിയിട്ട്, ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങളിലൂടെ പ്രത്യേകം വിഷയങ്ങൾക്ക് വേണ്ടി
ഭിന്ന ഭിന്ന രൂപത്തിലുള്ള ഇന്ദ്രിയങ്ങൾ ഉൽപ്പന്നമായിട്ടുണ്ട്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം ഇന്ദ്രിയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം ഇന്ദ്രിയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പുറത്തുള്ള വസ്തുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ പ്രത്യേക തരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ പിടിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നതനുസരിച്ചാണ് നമ്മൾ വിലയിരുത്തുന്നത്. മനസ്സ് ആ ഉപകരണത്തെ ആശ്രയിച്ചിരിക്കും. ഇപ്പം മുമ്പിൽ ഒരു ചുവന്ന പൂവുണ്ടെന്ന് വെച്ചോളൂ. ആ ചുവന്ന പൂവിൻ്റെ വെളിച്ചം കണ്ണിലൂടെ തട്ടിയിട്ട് നമ്മളെ മനസ്സിൽ പതിക്കുന്നത് ചിലപ്പോൾ പച്ച നിറത്തിലാണെങ്കിൽ നമ്മൾ ചുവപ്പ് എന്നതുകൊണ്ട് എന്താണ് ചിന്തിക്കുക? പച്ച നിറമാണ് ചിന്തിക്കുക. പക്ഷെ നമ്മളെ പതിഞ്ഞിരിക്കുന്നത് പച്ചയാണ്. എല്ലാവരും പറയാം, നമ്മൾ ചോദിക്കാവുന്ന പൂവിൻ്റെ നിറം എന്താണ്? എല്ലാവരും പറയും ചുവപ്പ്. കാരണം എല്ലാവരും നോക്കിയിട്ട് അത് ചുവപ്പ്, അത് ചുവപ്പ് പൂവാണെന്ന് തന്നെ വെച്ചോളൂ, ചുവപ്പ് എന്ന് പറയും. പക്ഷെ നമ്മളെ മനസ്സിലൂട്ട് കണ്ണിലൂട്ടിയാണ് കടന്നിട്ട് നമ്മളെ ബോധ മനസ്സിൽ അത് പച്ച നിറത്തിലാണ് കാണപ്പെടുന്നതെന്ന് വെച്ചോളൂ. അപ്പം അവർ ചുവപ്പ് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതായിരിക്കില്ല ചുവപ്പ് കൊണ്ട് നമ്മളും പറയും അത് ചുവപ്പ് തന്നെ എന്ന് പറയും. പക്ഷേ നമ്മളെ മനസ്സിൽ ആ ചുവപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പച്ച നിറമായിരിക്കും. അപ്പം അവർ ചുവപ്പ് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതായിരിക്കില്ല നമ്മളെ മനസ്സിൽ. അപ്പം ഇതെല്ലാം ആകെ കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ചുവന്ന പുഷ്പം ഇഷ്ടമാണെങ്കിൽ വേറൊരാൾ നോക്കുമ്പോൾ പറയാം അത് ശരിയല്ല എന്ന് പറയും. എനിക്കത് ഇഷ്ടമല്ല, അത് തല്ലിപ്പൊളിയാണ്. ചുവപ്പ് തല്ലിപ്പൊളി നിറമാണ്, പച്ചയാണ് നല്ലത്, അല്ലെങ്കിൽ മഞ്ഞയാണ് നല്ലത്. അവർ ചില ഭക്ഷണം ഞാൻ ചിലത് മധുരം, എനിക്ക് ഭയങ്കര മധുരം ഇഷ്ടമാണ്. ചില അയ്യേ വെറുതെ മരുതരതിന് അതൊന്നും കൊള്ളില്ല, മധുരമൊന്നും അധികം കഴിക്കരുത്, അത് കൊള്ളില്ല. അപ്പോൾ ഓരോ വാക്ക് ഓരോന്നിലാണ് വാസനകൾ. അപ്പം നമ്മളെ ഇന്ദ്രിയങ്ങളെല്ലാം എന്തെല്ലോ ആവശ്യത്തിന് ഓരോന്നും കെട്ടിപ്പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളെ മനസ്സിൽ എന്തെല്ലോ ധാരണകൾ ഉണ്ടാക്കി തരുന്നുണ്ട്. ആ ധാരണ യഥാർത്ഥ സത്യമായിട്ട് അതിന് ബന്ധമൊന്നും ഇല്ല. നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ. അതുപോലെ ജാഗ്രതാവസ്ഥയിൽ പ്രവർത്തനശീലത്തോടും നമ്മൾ ജാഗ്രത ഉണർന്നിരിക്കുന്നപ്പോൾ വളരെ നമ്മൾ ആക്റ്റീവാണ്. ഞാൻ എന്നത് ആക്റ്റീവാണ്. എന്നാൽ സുഷുപ്തിയിലോ ലയമാണ്, ലയിച്ചു കിടക്കുകയാണ്. സുഷുപ്തിയിൽ ഞാൻ ഇല്ലതാണ്. ഈ ഞാനെവിടെ പോയി? അപ്പം യഥാർത്ഥത്തിൽ ഞാൻ എന്നത് എന്താണ്? സ്ഥിരമായിട്ടുള്ളതാണോ എന്നെല്ലാം സംശയം വരല്ലേ? ജാഗ്രത അവസ്ഥയിൽ ഞാനുണ്ട്, പക്ഷെ സുഷുപ്തിയിൽ ഞാനെവിടെ പോയി? ഇപ്പം യഥാർത്ഥത്തിൽ ഞാനുണ്ടോ? ഞാനെന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതിനെന്താ സംഭവിക്കുന്നത്? ഇത് എവിടുന്ന് വരുന്നു ഞാനെന്ന ചിന്ത? ഇതെല്ലാം പരിവർത്തന സ്വഭാവത്തോടെ വർത്തിക്കുന്നു. ഇതിനെല്ലാം ഒരു പരിവർത്തന സ്വഭാവമുണ്ട്. ഇപ്പോൾ ഞാനെന്നത് കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നുണ്ട്? എന്തോ ഒന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ. ഇത് എന്നാലും സുഷുപ്തിയിൽ വരുമ്പോൾ ഈ ഞാനെവിടെ പോയി? അപ്പം അവസ്ഥ മാറുമ്പോൾ ഇതിനെല്ലാം പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ബുദ്ധിമാനായ ആൾക്കാർ ചിന്തിച്ചിട്ട് എന്ത് വേണം? ബുദ്ധിയുള്ള ആൾക്കാർ ഇത്തരത്തിലെല്ലാം നമ്മളെപ്പറ്റി ശരിക്ക് ചിന്തിച്ചിട്ട് ഈ ഇന്ദ്രിയങ്ങളുടെ സംഘടിതമായ ശരീരത്തിൽ, അപ്പം ഈ ശരീരം എന്ന് പറയുന്ന കുറേ ഇന്ദ്രിയങ്ങളുടെ എല്ലാം സംഘടിതമായ കൂടിച്ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അതെല്ലാം കൂടിയിട്ട് മനസ്സ് എന്ന എന്തോ ഒരു സാധനം അതിനെല്ലാം വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ബുദ്ധിമാനായ ആൾക്കാർ ഇതെല്ലാം വെച്ച് ചിന്തിക്കുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ സംഘടിതമായ ശരീരത്തിൽ ശരീരം ഞാനാകുന്നില്ല എന്ന് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഞാൻ ഈ ശരീരമല്ല. ശരീരമായിരുന്നുവെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഞാനുണ്ടാകണം, ഗാഠനിദ്രയിലും ഞാനുണ്ടാകണം, ജാഗ്രതയിലും ഞാനുണ്ടാകണം. അപ്പം ഇതെല്ലാം ഇന്ദ്രിയങ്ങളോ എന്തെല്ലോ കൂട്ടിയിട്ട് പിടിപ്പിച്ച് വെച്ച സാധനങ്ങൾ നമ്മളിലുണ്ടാക്കുന്ന ഒരു
ചിന്താഗതിയാണ് ഞാനെന്നത്. യഥാർത്ഥത്തിൽ ഈ ശരീരമല്ല ഞാൻ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അവക്കെല്ലാം ഉപരിയാണെന്ന് ചിന്തിക്കണം. അപ്പോൾ ഈ ഞാനെന്ന സംഗതി യഥാർത്ഥത്തിൽ ഈ ശരീരമൊന്നുമല്ല. ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമ്മുടെ മനസ്സിൽ എന്തെല്ലാം തോന്നിപ്പിക്കുകയാണ്, ഓരോ അവസ്ഥത്തിൽ ഓരോ തരത്തിൽ തോന്നിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഇതിന് ഉപരിയായിട്ട് ചിന്തിച്ചിട്ട് നിത്യചൈതന്യവും വിശുദ്ധവും ഏകരസവുമായ ഏകനായിരിക്കുന്ന ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ബുദ്ധിയുള്ളവർ ഇതിനെ ഈ തരത്തിലെല്ലാം സ്വയം നമ്മളെ ഒരു വിശകലനം നമ്മളിലൂടെ തന്നെ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ നിന്നാണ് ഞാനെന്ന ചിന്ത വരുന്നത്, ശരീരമല്ല. വിശുദ്ധവും ഏകരസവുമായ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ശോകങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ജീവിതത്തിൽ മുഴുവൻ ദുഃഖവും കഷ്ടപ്പാടുമാണ്. പക്ഷെ ഈ സത്യം മനസ്സിലാക്കുമ്പോൾ, ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശോകങ്ങൾക്ക് നിന്നും മുക്തനായി തീരും. ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ശ്രേഷ്ഠമാണ്. എന്നിട്ട് 7 പറയുകയാണ്, നമ്മളെ ഇന്ദ്രിയങ്ങളെ കാട്ടിയും കുറച്ചും കൂടിയ ശ്രേഷ്ഠം മനസ്സാണ്. ഇന്ദ്രിയങ്ങൾ പറയുന്ന അതുപോലെ മനസ്സിൽ നമ്മൾക്ക് ചിന്തിക്കണമെന്നില്ല. ഇന്ദ്രിയങ്ങൾ പറഞ്ഞു സൂര്യനതാ സഞ്ചരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ആ സൂര്യൻ അങ്ങനെ രാവിലെ ഇവിടെ വരും, മറ്റേ വൈകുന്നേരം അങ്ങോട്ട് പോകും. അപ്പം ഇന്ദ്രിയങ്ങൾ പറഞ്ഞ് ഇതാ സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ മനസ്സ് കുറച്ചുകൂടി അതിനെല്ലാം ഒന്ന് വിശകലനം ചെയ്തിട്ട് എല്ലാ എന്ന അർത്ഥത്തിലേക്ക് എത്താൻ മനസ്സിന് കഴിവുണ്ട്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെക്കാട്ടിയും ശ്രേഷ്ഠം മനസ്സ് തന്നെയാണ്. മനസ്സിനെക്കാട്ടിയും ശ്രേഷ്ഠം ബുദ്ധിയാണ്. മനസ്സിനായ ഒരു എങ്ങനെയല്ല ഭൂമിയാണ് ചുറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കിപ്പിച്ചു കൊടുത്തത് ആരാണ്? ബുദ്ധിയാണ്. ബുദ്ധി വെച്ചിട്ടാണ് ഭൂമിയാണ് ചുറ്റുന്നതെന്ന് മനസ്സിലാക്കിയത്. അപ്പം മനസ്സിനെക്കാട്ടിയും ശ്രേഷ്ഠം ബുദ്ധിയാണ്. ബുദ്ധിയെക്കാട്ടിയും ശ്രേഷ്ഠം ഈ ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന ജീവാത്മാവാണ്. ശരീരത്തിൽ നിന്നിട്ട് അപ്പുറം ഇരിക്കുന്ന ജീവാത്മാവാണ്. കാരണം ഇവയുടെ എല്ലാം മേലെയുള്ള അധികാരം ആർക്കാണുള്ളത്? ജീവാത്മാവിനാണ് ഉള്ളത്. ജീവനുണ്ടെങ്കിലേ ഇതെല്ലാം പ്രവർത്തിക്കുകയുള്ളൂ. ബുദ്ധിയും മനസ്സും എല്ലാം പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവൻ തന്നെയാണ് ജീവാത്മാവ്. ജീവനില്ലെങ്കിൽ ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന ആ ജീവാത്മാവ് തന്നെയാണ് ഇവക്കെല്ലാം മുകളിൽ. കാരണം ഇവയുടെ എല്ലാം മേലെ അതിന് അധികാരമുണ്ട്. അവയെല്ലാം ഇതിൻ്റെ ആജ്ഞാപാലകരാണ്. അപ്പോൾ ഈ പറയുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ബുദ്ധിയെല്ലാം ഈ ജീവാത്മാവിൻ്റെ ആജ്ഞ നടപ്പാക്കുന്ന വെറും ആജ്ഞ പാലകർ മാത്രമാണ്. ഇതാണ് അതിനെയെല്ലാം ഭരിക്കുന്നത്, ഈ ജീവാത്മാവാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവാത്മാക്ക് അവയേക്കാൾ വിലക്ഷണമാണ്. പക്ഷേ അത് അവയേക്കാൾ വിലക്ഷണവുമാണ്. കാരണം ജീവാത്മാവ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റതുപോലെയല്ല. മറ്റേതിനെ പറ്റിയെല്ലാം നമുക്ക് ശരിയായ ധാരണയുണ്ട്. പക്ഷേ ജീവാത്മാവ് എന്ന സംഗതി എത്തുമ്പോഴും നമ്മൾ ആകെ കുഴഞ്ഞു പോകും. അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. ജീവാത്മാവിലും സ്വാധീനിക്കാൻ കഴിവുണ്ട് അതിൻ്റെ അവ്യക്ത ശരീരം. ഈ ശരീരത്തിന് പക്ഷേ ജീവാത്മാവിനെ പോലും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. കാരണം അത് ഭഗവാന്റെ പ്രകൃതിയുടെ അംശമാണ്. അപ്പോൾ ഭഗവാന്റെ പ്രകൃതിയുടെ അംശമാണ് ഈ ശരീരം. പുരുഷനും പ്രകൃതിയും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പരമാത്മാവും പ്രകൃതിയാണ് നമ്മുടെ ശരീരം. അപ്പം ശരീരം പ്രകൃതി, ഭൗതിക ലോകത്തിലെ പ്രകൃതിക്ക് വലിയ സ്ഥാനം ഉണ്ട്. അതുകൊണ്ട് പ്രകൃതി ജീവാത്മാവിനെയും കയറി ഭരിക്കാൻ കഴിവുള്ള ഇന്ദ്രിയങ്ങൾക്കല്ല, ഇന്ദ്രിയങ്ങളിലൂടെയെല്ലാം പ്രകൃതിക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവ് കുറേ കൂടുതൽ ഉണ്ട്. അപ്പം പ്രകൃതിയാണ് ശരീരം. നമ്മുടെ ഈ ശരീരം പുറത്തുള്ള പ്രകൃതിയായിട്ട് ഇന്ദ്രിയങ്ങളിലൂടെയെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് എപ്പോഴും ഒരു ബന്ധം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്.
പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം, നമ്മുടെ ശരീരവും അതിൻ്റെ ഒരു അംശം തന്നെയാണ്. അതിനെ ബന്ധിപ്പിക്കാനാണ് ഈ ഇന്ദ്രിയങ്ങളെല്ലാം വെച്ചിട്ട് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. എന്നിട്ട് അത് എപ്പോഴും ഇൻ്റർ ആക്ഷനിലാണ്, ഇത് തമ്മിൽ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ പിന്നിലാണ് ഈ ജീവാത്മാവ് ഇരിക്കുന്നത്. പരമാത്മാവല്ല, പരമാത്മാവ് അതിൻ്റെ പിന്നിൽ. അപ്പം ജീവാത്മാവിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഒരു പരിധി വരെ എന്തിനുണ്ട്? ഈ പ്രകൃതിക്കുണ്ട്. കാരണം പ്രകൃതി ശക്തിയാണ്. പുരുഷനും പ്രകൃതിയും, പ്രകൃതി ശക്തിയാണ്. എന്നിട്ട് 8 പറയുന്നു, പക്ഷേ ഈ പ്രകൃതിയേക്കാൾ ശ്രേഷ്ഠം പരമപുരുഷനാണ്. അപ്പോൾ ഉള്ളിലിരിക്കുന്നത് ഒരു പരമാത്മാവുണ്ട്. അതാണ് പ്രകൃതിയെക്കാട്ടിയും ശ്രേഷ്ഠമായിട്ടുള്ളതൊന്ന് പരമാത്മാവ് മാത്രമേ ഉള്ളൂ, അല്ല ജീവാത്മാവല്ല. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്ന എൻ്റെ ജീവൻ. അതെല്ലാം ഈ ശരീരത്തിന് ബന്ധപ്പെട്ടാണ്, റിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഞാനെന്ന ചിന്തയുള്ള ആ ജീവാത്മാവ് ശരീരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. രണ്ടും ഒന്നല്ല, വേറിട്ടാണെങ്കിലും ഈ പ്രകൃതിക്ക് ജീവാത്മാവിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇന്ദ്രിയങ്ങളിലൂടെയെല്ലാം പ്രകൃതി ഈ ജീവാത്മാവുമായിട്ട് കൺട്രോൾ ചെയ്തിട്ടൊരു വലിയ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ എല്ലാം മുകളിലാണ് ആളുള്ളത് പരമാത്മാവെന്ന് പറയുന്ന ആ ശക്തി ഉള്ളിൽ. അത് നിരാകാര രൂപമാണ്, അതിനാരുമായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ട് അതിനെ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല. അത് സർവത്തെ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മളെ ഇവിടെ മാത്രമല്ല, പ്രകൃതിനെയും കൂടിയും കവച്ച് വെച്ചിട്ടാണ് പരമാത്മാവിൻ്റെ കിടപ്പ്. അപ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠനാണ്. പ്രകൃതിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ശക്തിയാണ് പരമാത്മാവ്. ജീവാത്മാവ് പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തമായി അമൃതസ്വരൂപമായി ബ്രഹ്മത്തെ നേടാം. വേണമെങ്കിൽ ഈ ജീവാത്മാവിന് ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കളിക്കുന്നത്. അതിന് വേണമെങ്കിൽ ജീവാത്മാവിന് ആ ബന്ധം വേർപെടുത്തിയിട്ട് പരമാത്മാവുമായിട്ട് ബന്ധം സ്ഥാപിക്കാം. അതിനായി മനുഷ്യൻ ഈ പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ ഭഗവാനെ ശരണം പ്രാപിക്കണം. അപ്പോൾ നമുക്ക് ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന ജീവാത്മാവിന് ഈ പ്രകൃതിയും ഈ ഭൗതിക ശരീരവും തമ്മിലുള്ള ബന്ധങ്ങളെ എല്ലാം അറുത്ത് മാറ്റാൻ സഹായിക്കുന്നത് ആ പരമാത്മാവെന്ന പിന്നിലുള്ള ശക്തിയാണ്. അതിനെ കൂട്ടുപിടിക്കുക. അതിനാണ് എപ്പോഴും ചിന്ത അതിൻ്റെ പിന്നാലെ വരുത്തേണ്ടത്. അതിനെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ പ്രകൃതിയിൽ നിന്നും മോക്ഷം പ്രാപിക്കാം. അതിനായി മനുഷ്യൻ ഈ പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ ഭഗവാനെ ശരണം പ്രാപിക്കണം. പരമാത്മാവിൻ്റെ കൃപയാൽ അതെപ്പോഴേ സംഭവിക്കുള്ളൂ? ആ പരമാത്മാവിൻ്റെ കൃപയുണ്ടാകണം. ആ പരമാത്മാവിന് തോന്നണം, അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിന് തോന്നണം, ഇവനെ എൻ്റെ വട്ടത്തേക്ക് എടുത്തേക്കാം. അത് തോന്നിയാലേ നടക്കുള്ളൂ. അല്ല നമ്മളങ്ങോട്ട് ചെന്നാലും പരമാത്മാവ് എടുക്കില്ല. കാരണം നമുക്ക് പ്രകൃതിയിൽ പല കർമ്മങ്ങളും ചെയ്യാനുണ്ട്. അപ്പം ആ കർമ്മം ചെയ്യുന്നത് തീരുന്നത് വരെ ആ പരമാത്മാവ് ഇതിൽ തലയിടില്ല. കർമ്മം തീർന്നു കഴിഞ്ഞാൽ ശരി, എന്നാൽ പിന്നെ നീ നിൻ്റെ ജോലിയെല്ലാം തീർത്തല്ല, ഇങ്ങോട്ട് പോയി എന്ന് പറയും. അപ്പോൾ പരമാത്മാവിൻ്റെ കൃപയാൽ മായയെ മാറ്റാം. അപ്പോഴും നമ്മളുടെ മായയെല്ലാം ഞാനെന്ന ചിന്തയെല്ലാം അങ്ങ് മാറിപ്പോകും. പിന്നെ നമ്മൾ ബ്രഹ്മം എന്നൊരു ചിന്തയായിട്ട് മാറും. അപ്പോൾ അദ്ദേഹത്തെ ദർശിക്കാനാവും. അപ്പോഴും നമ്മളെ മായ മാറും. മായ എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാൻ. ആ മായ മാറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കർമ്മം തീരുമ്പോഴും മായേനെ അങ്ങ് മാറ്റും. പിന്നെ ഞാനെന്ന ചിന്ത, അതോടുകൂടി ഞാനെന്ന ചിന്തയും ഇല്ലാതാവും. പിന്നെ എന്തേ ഉള്ളൂ? ഒരു ബ്രഹ്മം എന്ന നിർഗുണാവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ദർശനം നടത്താം. അല്ലാത്ത മൂഢൻ, അല്ലാതെ ബാക്കിയുള്ള എല്ലാ മൂഢന്മാരും മായയിൽ അകപ്പെട്ടിട്ട് എന്ത് ചെയ്യും? ജനിച്ചും മരിച്ചും കൊണ്ട് അങ്ങനെ നടക്കും. അവന് പരമാത്മാവിനെ തിരിച്ചറിയാൻ പറ്റില്ല.